ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവം പേര് ചൊല്ലി വിളിച്ച ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സാബത്ത് ദിവസത്തേക്കുള്ള ഒരു ഗീതമാണ്. 92-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു, തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു, എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. നമ്മളെല്ലാവരും പണ്ട് തൊട്ടേ കേട്ടിരിക്കുന്ന ഒരു വാക്യമാണ്, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുന്നു. എന്നാൽ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദുഷ്ടൻ പുല്ലുപോലെ മുളച്ചു പൊങ്ങത്തേയുള്ളൂ, അതൊരു വൻമരമാകത്തില്ല എന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവൻ എത്ര തഴച്ചു വളർന്നാലും അത് നശിപ്പിക്കപ്പെടേണ്ടതാണ്, അത് മറ്റുള്ളതിന് വളമായി മാറേണ്ടതാണ്. എന്നാൽ 12-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്, നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. ലോകം പറഞ്ഞിരിക്കുന്നതല്ല ശരി. പരിശുദ്ധാത്മാവിനാൽ ദൈവവചനം നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അതാണ് ശരിയെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം സങ്കീർത്തന ഭാഗത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. ആര് പന പോലെ തഴയ്ക്കും, ആര് പന പോലെ വളരും? നീതിമാനായിരിക്കും. ദൈവത്തിൻ്റെ മുന്നിൽ നീതിയോടെ നിൽക്കുന്ന ആരും അവരായിരിക്കും പന പോലെ വളരുന്നത്. അവരെ ആയിരിക്കും ദൈവം ലെബനോനിലെ ദേവദാരു പോലെ വളർത്തുന്നത്. അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ ദുഷ്ടനെ പന പോലെ വളർത്തില്ല. ദുഷ്ടന്മാരെ പുല്ലുപോലെ മാത്രമേ കർത്താവ് വളർത്തത്തുള്ളൂ. അത് തിന്മ ചെയ്യുന്നവനാണെങ്കിൽ ആ പുല്ല് തഴച്ചു വളരും. പക്ഷേ ഏതാനും നാൾക്കകം അത് എന്നേക്കുമായി നശിപ്പിക്കപ്പെടുകയും ചെയ്യും. ആയതിനാൽ ദൈവജനമേ, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദുഷ്ടൻ്റെ വളർച്ച കണ്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. അതിന് ഏതാനും നാളത്തെ ആയുസ്സേ ഉള്ളൂ. അവൻ്റെ മുന്നിൽ നിങ്ങളെ ദൈവം പന പോലെ വളർത്തണമെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ നീതിമാനായിരിക്കണം. ദൈവത്തിൻ്റെ മുൻപിൽ അനുതപിക്കുന്ന ഒരു ഹൃദയവുമായി നിങ്ങൾ നിൽക്കണം. കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപാവസ്ഥയും എൻ്റെ കുറവുകളും കർത്താവേ നീ ഏറ്റെടുത്ത് എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ ഒരു നീതിമാനാക്കി മാറ്റണമേ എന്ന് നമ്മൾ എപ്പോഴാണോ കർത്താവിൻ്റെ മുന്നിൽ എളിമപ്പെട്ടു പറയുന്നത്, ആ നിമിഷം മുതൽ നീ പന പോലെ വളരാൻ തുടങ്ങും. നിൻ്റെ പ്രശ്നങ്ങൾ നിന്നെ വിട്ടുമാറാൻ തുടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ നിന്നിലുള്ള എല്ലാ ദുഷ്ടതയും മാറി നീ ഒരു അനുഗ്രഹമായി മാറും. കർത്താവിൻ്റെ തിരുവചനം പറയുന്ന പോലെ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവം നിങ്ങളെ പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തഴച്ചു വളരുന്ന മരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര വാർദ്ധക്യമാണെങ്കിലും ആ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കുന്ന മരമായി, ഇല ചൂടി നിൽക്കുന്ന ഒരു വൃക്ഷമായി നിങ്ങളെ ദൈവം ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയുടെ മേലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായിട്ട് നിങ്ങളെ ഇന്നു മുതൽ എന്നേക്കും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.